വെങ്ങണശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന 4 അക്ഷയശ്രീ സ്വയം സഹായ സംഘങ്ങളുടെ പ്രവർത്തക സംഗമവും കുടുംബ സംഗമവും നടന്നു. RSSന്റെ 100ാം വാർഷികത്തിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. വെങ്ങണശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് RSS പഞ്ചപരിവർത്തനത്തിന്റെ ഭാഗമായ കുടുംബ പ്രബോധൻ പ്രാന്തഗണാംഗവും കവിയും എഴുത്തുകാരനും സോഷ്യൽ ഓർഗനൈസറുമായ സുദർശനകുമാർ വടശ്ശേരിക്കര ഉദ്ഘാടനം ചെയ്തു. ചുമതല നിർവഹിച്ചതായിട്ട് പ്രഖ്യാപിക്കുന്നു. ഈ പൊതുയോഗത്തിൻ്റെ കുടുംബ സംഗമത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് എന്നോട് നിർദ്ദേശിച്ച വിഷയത്തെപ്പറ്റി അല്പനേരം സംസാരിക്കാമെന്നാണ് കരുതുന്നത്. നമ്മളൊക്കെ സംഘകാര്യകർത്താക്കളോ സംഘബന്ധുക്കളോ ആയതുകൊണ്ട് നേരിട്ട് വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഔപചാരികതകളൊന്നുമില്ല. സംഘത്തിൻ്റെ 100ാമത്തെ വർഷം ആരംഭിച്ചു 2 ദിവസം മുമ്പ്. വിജയദശമി നാളിൽ 1925 ആരംഭിച്ച് 2025 ആയപ്പോൾ 100 വർഷം പൂർത്തിയാക്കി. 100ാം വർഷം ആഘോഷിക്കുകയല്ല, നമ്മുടെ കർമ്മപദ്ധതിയിൽപ്പെടുത്തി സർസംഘചാലകന്റെയും മറ്റും നിർദ്ദേശപ്രകാരം ഒരു വലിയ സാമൂഹിക പരിവർത്തനത്തിന് സംഘം തയ്യാറെടുക്കുകയാണ്. TK രാമകൃഷ്ണൻ അധ്യക്ഷനായി. അക്ഷയശ്രീ മിഷൻ തൃശൂർ ജില്ലാ കോർഡിനേറ്റർ രാജീവ് മുള്ളൂർക്കര മുഖ്യപ്രഭാഷണം നടത്തി. അക്ഷയശ്രീ മിഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം പ്രഭാകരൻ വടാശ്ശേരി അക്ഷയശ്രീ പ്രവർത്തനവും വികാസവും എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി. BJP പാർലം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സന്തോഷ് അറക്കൽ സഹകാർ ഭാരതിയെക്കുറിച്ചും അക്ഷയശ്രീയെക്കുറിച്ചും പ്രഭാഷണം നടത്തി. പാർലം ഗ്രാമപഞ്ചായത്തിലെ BJP അംഗങ്ങളായ ലിജീവ് പയ്യപ്പാട്ട്, അനിത പ്രസന്നൻ, ഡാലി ബിനോയ് എന്നിവർ സംസാരിച്ചു. അംഗങ്ങളുടെ മക്കളിൽ ഉന്നത വിജയം നേടിയവരെ ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് അക്ഷയശ്രീ അംഗങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും കലാപരിപാടികൾ അരങ്ങേറി.